ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി രഞ്ജിത്ത് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിലെത്തി വമ്പം വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് രാവണപ്രഭു. ചിത്രം 4K റീമാസ്റ്റർ പതിപ്പായി ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയപ്പോഴും മികച്ച സ്വീകാര്യതയും വിജയമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായത്. ചിത്രത്തിന്റെ ആദ്യ 10 ദിവസത്തെ, അതായത് ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 3,36,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 10 ദിവസം കൊണ്ട് 4,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ചതിനപ്പുറമുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈ ചിത്രത്തിന്റെ 11ാം ദിവസം കൂടിയ ദീപാവലി ദിനമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 2,55,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 3,38,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 4,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ദീപാവലി റിലീസായി ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ നായകനായി നവാഗതനായ പ്രണീഷ് വിജയൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, ജോയ്മോൻ ജ്യോതിർ, ശ്യാം മോഹൻ, ഫഹദ് മാനുവൽ, വിനയ് ഫോർട്ട്, വിജയരാഘവൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട് 3,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3,95,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. GCC ഓവർസീസ് കളക്ഷനായി 2,80,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് 6,75,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ഇനി 5ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 1,22,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 4,92,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 5ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1,60,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 8,40,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത്. ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 22,40,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് ആദ്യ 3 ദിവസം കൊണ്ട് 10,20,00,000 രൂപയും കർണാടകയിൽ നിന്ന് 2,80,00,000 സ്വന്തമാക്കിയ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് 1,85,00,000 രൂപയുമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 35,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 15,80,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 53,45,00,000 രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ഇനി 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 52,35,000 രൂപയാണ് ഈ സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 2,37,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 16 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 69-70 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടൻ. ഈ സിനിമയുടെയും ആദ്യ 3 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ആദ്യ 3 ദിവസം കൊണ്ട് 12,40,00,000 കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,15,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വിദേശ കളക്ഷനായി 3 ദിവസം കൊണ്ട് 3,25,00,000 സ്വന്തമാക്കിയ ഈ സിനിമ 16,80,00,000 രൂപയാണ് ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 15,40,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് 53,00,000 രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 7 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 23.5-24 കോടി റേഞ്ചിലാണ്. ഹരീഷ് കല്യാൺ നായകനായി നവാഗതനായ ഷൺമുഖം മുത്തുസ്വാമി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡീസൽ. വിനയ് റായി, അതുല്യ രവി, സായികുമാർ, അനന്യ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് 8,50,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 4 ദിവസം കൊണ്ട് 8 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ചെത്തീന പിറ്റി സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന സിനിമ ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 4ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 ദിവസം കൊണ്ട് 1,41,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഋഷഭ് ഷെട്ടി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ചിത്രം 19ാം ദിവസവും ദീപാവലി ദിവസവും കൂടിയ ഇന്നലെ കേരളത്തിൽ 1,14,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 51,76,00,000 രൂപയാണ് ഈ സിനിമയുടെ 19 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമ 19 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 750 കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 55 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 54ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 9,50,000 രൂപയായിരുന്നു. അങ്ങനെ 121,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 301,60,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.